ഹായ്, എല്ലാവർക്കും സിമ്പിൾ ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പഴയ ബാറ്ററി റീസ്റ്റോർ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു UPSൻ്റെ 12 വാൾട്ട് ബാറ്ററിയാണ്. ഒരു 7 വർഷം പഴക്കമുള്ള ബാറ്ററിയാണ്. നമ്മളത് ബാറ്ററി വാട്ടറൊക്കെ ഒഴിച്ച് റീസ്റ്റോർ ചെയ്തെടുക്കുകയാണ്. പഴയ എഫിഷ്യൻസി കിട്ടത്തില്ലായിരിക്കും, എന്നാലും നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. നമുക്കിത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മൾ അഴിക്കാൻ ഉദ്ദേശിക്കുന്ന UPS. ഇതിൻ്റെ 4 സ്ക്രൂവും ഇളക്കിയാൽ മതി, നമുക്കത് അഴിച്ചെടുക്കാം. ബാറ്ററി ഇതാണ് ബാറ്ററി. ആ കണക്ഷൻസ് നമുക്ക് ആദ്യം വിച്ഛേദിക്കണം. ക്ലിപ്പാണ്, ജസ്റ്റ് അത് നമുക്ക് വലിച്ച് ഊരിയെടുക്കാം. വേറെ ഇതൊന്നുമില്ല, നമുക്ക് ആ ബാറ്ററി ഇങ്ങ് സിമ്പിളായിട്ട് പൊക്കിയെടുക്കാം. ഇത് ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആക്കി സ്റ്റോർ ചെയ്ത കെമിക്കൽ എനർജീനെ തിരിച്ച് ഇലക്ട്രിക്കൽ എനർജി ആക്കി നമുക്ക് തരികയും ചെയ്യുന്ന ഒരു ഉപകരണമാണ് ബാറ്ററി. ഒരു 12 വാൾട്ട് 7H ബാറ്ററിയാണ്. ബാറ്ററി തൽക്കാലം നമുക്ക് വയ്ക്കാം. പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകളാണത്. ഇതാണ് UPSൻ്റെ ട്രാൻസ്ഫോമർ. ഇത് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അതുപോലെ ഇതിൻ്റെ കുറച്ച് സർക്യൂട്ടുകളാണ് അതൊരു PCBയിൽ അസംബിൾ ചെയ്തേക്കുന്നത്. അത് കറണ്ട് പോയി കഴിയുമ്പോൾ 0.4 മില്ലി സെക്കൻഡ്, 0.4 സെക്കൻഡ് അല്ല, 0.4 മില്ലി സെക്കൻഡിനുള്ളിൽ തന്നെ കമ്പ്യൂട്ടറിന് കറണ്ട് തിരിച്ച് ലഭിച്ചില്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓഫായി പോവുകയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേറ്റ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ഒരു ഫാസ്റ്റ് റിലേ ഉപയോഗിച്ചിട്ടാണ് കറണ്ട് പോകുമ്പോൾ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് പെട്ടെന്ന് കമ്പ്യൂട്ടറിലേക്ക് DC ആണ് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അത് AC ആക്കി ട്രാൻസ്ഫോമർ വഴി കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കുക. അതാണ് UPSൻ്റെ ധർമ്മം. അതിൻ്റെ സർക്യൂട്ടുകളാണ് അതെല്ലാം. അതുപോലെ ട്രാൻസ്ഫോമർ. അപ്പോൾ നമ്മളത് നന്നാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത്രയും വർഷമായതുകൊണ്ട് അത് പോയി കാണും. ബാറ്ററി നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്റർ ഉപയോഗിക്കുമ്പം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ DC 20 എന്നുള്ള അതിലേക്ക് ഇടണം. 12 വോൾട്ട് ബാറ്ററിയാണ്, അപ്പോൾ അതിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഇതിലിടണം. നമുക്ക് എന്നിട്ട് ചെക്ക് ചെയ്യാം. 0.26 ഒക്കെ വോൾട്ടേജ് വരുന്നുണ്ട്. അത് മില്ലി വോൾട്ടേജേ ഉള്ളൂ. നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വോൾട്ടേജ് അല്ല, മില്ലി വോൾട്ടേജാണ് അതിനകത്തുള്ളൂ. അപ്പോൾ ബാറ്ററി പൂർണ്ണമായിട്ടും ഡെഡ് ആയിട്ടുണ്ട്. മൾട്ടിമീറ്റർ ഓഫാക്കി വയ്ക്കണം, കാരണം ഇല്ലെങ്കിൽ മൾട്ടിമീറ്ററിൻ്റെ ചാർജ് തീർന്നു പോകും. ഇനി ആ ബാറ്ററിയുടെ കേസിങ് തുറക്കണം. കാണുമ്പോൾ അത് തുറക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് തോന്നത്തില്ല, പക്ഷേ അതൊരു ജസ്റ്റ് ഒരു അടപ്പ് മാത്രമാണ്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് തുറക്കാം. ഇച്ചിരി പാടാണ്. ഒരു സൈഡ് തുറന്ന് കിട്ടിയാൽ പിന്നെ സിമ്പിളായിട്ട് ബാക്കി തുറന്നെടുക്കാം. അടപ്പ് കുറച്ച് പൊട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതൊരു അടപ്പ് മാത്രമാണ്, അതുകൊണ്ട് ബാറ്ററിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. 2 സ്ക്രൂ ഡ്രൈവർ വേണം, എന്നാലേ നമുക്കത് തുറക്കാൻ പറ്റുള്ളൂ. നമ്മളത് തുറന്നു. സാധാരണ ട്യൂബുലാർ ബാറ്ററിയുടെ പോലെ തന്നെ 6 കേസാണുള്ളത് വെള്ളം ഒഴിക്കാനായിട്ട്. നമുക്കതിനകത്ത് വെള്ളം ഒഴിക്കാം. അതിൻ്റെ അടപ്പ് തുറന്നിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനത്തെ വെള്ളം പൂർണ്ണമായിട്ടും വറ്റി പോയിട്ടുണ്ട്, കാരണം ഇത്രയും പഴക്കമുള്ള കാരണം ഒരു തുള്ളി വെള്ളം പോലും അതിനകത്തില്ല. ഇത് ബാറ്ററി വാട്ടർ എടുത്തിരിക്കുന്നത്, ബാറ്ററി വാട്ടർ തന്നെ ഒഴിക്കാവുള്ളൂ. ഇതൊരു 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അതിന് ഒരു 20 രൂപയാണ് മാർക്കറ്റിൽ വില. ഒരു 2.5 ml ഒരു സിറിഞ്ചും കൂടെ എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കാനായിട്ട്. നമുക്ക് ഇത്രയും ചെറിയ ഹോളായതുകൊണ്ട് സിറിഞ്ച് അല്ലെ ഫില്ലർ അങ്ങനെ എന്തെങ്കിലും വേണം ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട്, അല്ലാതെ ഒഴിക്കാൻ പ്രയാസമായിരിക്കും. സിറിഞ്ചിനകത്ത് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ സിറിഞ്ചിനകത്ത് എടുത്ത് ഒഴിക്കാൻ പറ്റുന്നില്ല. ഹോള് തീരെ ചെറുതായതുകൊണ്ട് എയർ പുറത്തേക്ക് പോകാത്തതുകൊണ്ട് അത് പെട്ടെന്ന് അത് നിറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതിനകത്തേക്ക് ഒട്ടും വെള്ളം ചെന്നിട്ടില്ല. നമുക്ക് സൂചിയും കൂടെ വെച്ച് ഒഴിക്കാം. സൂചിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പമ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവിടെ ഇരുന്ന് വെള്ളം വലിച്ചെടുത്തിട്ട് നമുക്കകത്തേക്ക്
പമ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 4 സിറിഞ്ച് വെള്ളം കൊള്ളുന്നുണ്ട് ഓരോ കേസിനകത്തും. അത്രയും കപ്പാസിറ്റി ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ഒഴിച്ചു. ഇനി ഒന്ന് അടച്ചെടുക്കാം. ഒരു 12 വോൾട്ട് DC അഡാപ്റ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 14 വോൾട്ടെങ്കിലും വേണം 12 വോൾട്ട് ചാർജ് ചെയ്യാൻ. ഇപ്പം നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് തൽക്കാലം 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ വെച്ച് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അത് പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോകാതെ കൊടുക്കണം. ഇത് ഞാൻ തന്നെ ഒരു അഡാപ്റ്റർ എടുത്ത് വയർ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ റെഡ് പോസിറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവ്, അങ്ങനെ തന്നെയാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അത് കൊടുക്കാം, നമുക്ക് കണക്ഷൻ കൊടുക്കാം. ഇൻഡിക്കേറ്റർ തെളിയുന്നുണ്ട്, അപ്പം ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം ചാർജ് കയറാനായിട്ട്. ഈ 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുക്കാം. വീണ്ടും മൾട്ടിമീറ്റർ വെച്ച് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. 10 വോൾട്ട് കയറി. അപ്പോൾ നമ്മുടെ പരീക്ഷണം സക്സസ് ആയി. 10 വോൾട്ട് 1 മണിക്കൂർ കൊണ്ട് 10 വോൾട്ട് ഔട്ട്പുട്ട് ആ ബാറ്ററിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 2-3 മണിക്കൂർ ചാർജ് ചെയ്താൽ ഒരു 11 വോൾട്ട് വരെയൊക്കെ കിട്ടുമായിരിക്കും. കാരണം 12 വോൾട്ട് ചാർജറാണ്. 14 വോൾട്ട് ചാർജർ നമുക്ക് വേണം, എന്നാലേ ഇത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആ ഫുള്ളൊരു എഫിഷ്യൻസി കിട്ടിയില്ല. അത് ചാർജറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്കൊരു മിനി മോട്ടർ വെച്ച് കറങ്ങുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. മോട്ടർ കറങ്ങുന്നുണ്ട്. കൈ തട്ടിയിട്ടാന്ന് തോന്നുന്നു, കറക്റ്റ് കറങ്ങുന്നില്ല. ഇപ്പോൾ നന്നായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ മോട്ടർ നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. നമ്മുടെ പരീക്ഷണം വിജയിച്ചു. ബാറ്ററി വീണ്ടും നമ്മൾ റിപ്പയർ ചെയ്തെടുത്തു. അതുപോലെ ചെറിയ എന്തെങ്കിലും ലൈറ്റ് തെളിക്കാൻ അതുപോലെ ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ ആരെങ്കിലും ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല സൂക്ഷിച്ച് ചെയ്യണം, നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാവുള്ളൂ. DC അഡാപ്റ്റർ തന്നെ എടുക്കണം. ബാറ്ററി വാട്ടർ മാത്രമേ ഒഴിക്കാവുള്ളൂ. വേറെ എന്തൊഴിച്ചാലും ബാറ്ററി ഡാമേജ് ആയി പോകും. അപ്പോൾ ഇത് നമുക്ക് കേസിംഗ് ക്യാപ്പ് അടച്ചു വയ്ക്കാം. മൾട്ടിമീറ്റർ ഓഫാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അതുപോലെ തന്നെയുള്ളൊരു ബാറ്ററിയാണിത്. അപ്പോൾ അതുപോലെ ഞാൻ റീസ്റ്റോർ ചെയ്തെടുത്താണ്. നമുക്ക് ജസ്റ്റ് രണ്ടിൻ്റെയും കൂടെ വോൾട്ടേജ് നോക്കാം. അങ്ങനെ കണക്ട് ചെയ്യുമ്പം ഒരെണ്ണത്തിൻ്റെ നെഗറ്റീവ് അടുത്തതിൻ്റെ പോസിറ്റീവായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് എത്ര ബാറ്ററി വേണേലും ഒരുമിച്ച് കണക്ട് ചെയ്യാം. അപ്പം ഇതിൻ്റെ വോൾട്ടേജ് ഒരുമിച്ച് കിട്ടും. ജസ്റ്റ് ഞാനിപ്പോൾ വയറൊന്നും എടുക്കുന്നില്ല, ഒരു സ്പാനർ ഇങ്ങനെ വയ്ക്കുവാണ്. അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് നോക്കാം. ആ 19.88 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ശരിയാക്കി എടുത്തു. പക്ഷേ പഴയ ഒരു എഫിഷ്യൻസി 12 വോൾട്ടാണ്. അത് ബാറ്ററി അത്രയും ഒരു എഫിഷ്യൻസി കിട്ടിയില്ല. ഇനി ഒരു 14 വോൾട്ടിൻ്റെ ചാർജർ ഉണ്ടെങ്കിൽ 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ അത്യാവശ്യം ചെറിയ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ലൈറ്റൊക്കെ തെളിക്കാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം ബാറ്ററി. ചെയ്യുമ്പോൾ ഇത് വളരെ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ സൂക്ഷിക്കണം. ബാറ്ററി വാട്ടർ തന്നെ ഒഴിക്കണം, അല്ലാതെ വേറൊരു വെള്ളം ഒഴിച്ചാലും ശരിയാകില്ല. അതുപോലെ അഡാപ്റ്റർ 12 വോൾട്ടിൽ കൂടിയത് 14 വോൾട്ടിൽ ഒരു കാരണവശാലും കൂടാൻ പാടില്ല അഡാപ്റ്റർ ഉപയോഗിക്കുമ്പോൾ. അതെല്ലാം വളരെ ശ്രദ്ധിച്ചേ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ നമ്മളേതായാലും വിജയകരമായി തന്നെ ബാറ്ററി റീസ്റ്റോർ ചെയ്തെടുത്തു. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസ് വരുന്നുണ്ട്. എല്ലാവർക്കും നന്ദി.